ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളും 2024 RPF കോൺസ്റ്റബിൾ ആൻഡ് SA പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളാണോ? എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക. നിങ്ങളും ഫോം ഫില്ലിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് RRBയുടെ സൈറ്റിൽ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. 2024 RPF കോൺസ്റ്റബിൾ ആൻഡ് SA പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ക്ലാസുകൾ ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു കോഴ്സിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ്: നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ആൻഡ് ആപ്പ് മുഖേനയും അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയിൽ 6 ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ്, എക്സാം ബേസ്ഡ് മോക്ക് ടെസ്റ്റ്, മെഡിക്കൽ അവയർനെസ്, ഡയറ്റ് പ്ലാൻ, ഫിസിക്കൽ ട്രെയിനിങ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിൽ ലഭിക്കുന്നതായിരിക്കും കുട്ടികളെ. ഇതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്: നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതാ ദിവസങ്ങളെ റെക്കോർഡഡ് ക്ലാസ് അതാ ദിവസം തന്നെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഡിഫൻസ് അക്കാഡമി എന്നൊരു ഒഫീഷ്യൽ ആപ്പിൽ കൂടെ. ടോട്ടൽ കോഴ്സ് ഫീസ് 2500 രൂപയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം ഇതേ നമ്പറിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ കിട്ടുന്ന ഒരു എക്സ്ട്രാ ഫെസിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ ലഭിക്കുന്നതായിരിക്കും, ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും, മെഡിക്കൽ അവയർനെസ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് ആൻഡ് ഡിഫൻസ് അക്കാഡമി നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ട് തരുന്നതായിരിക്കും, ഫിസിക്കലിനും അതുപോലെ തന്നെ മെഡിക്കലിനും. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളും 2024 RPF കോൺസ്റ്റബിൾ ആൻഡ് SA പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഫോം ഫില്ലിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളും ഫോം ഫില്ല് ചെയ്തപ്പോൾ നിങ്ങൾ റോങ് ആയിട്ടാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്തതെങ്കിലും, നിങ്ങൾ സിഗ്നേച്ചർ നിങ്ങൾ ബ്ലർ ആയിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. RRB ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും ഇററാണ്, അതിന്റെ പ്രൂഫും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. 3 ദിവസം മുന്നേ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ RRBയുടെ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ കാണുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. 4 ദിവസം മുന്നേ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് RRBയുടെ സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ ഒരു ഡേറ്റ്. ജൂൺ 10-നാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എന്നാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്, ആ കാര്യങ്ങൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓരോ പോയിന്റ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഈവൻ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ റോങ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തതെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ ബ്ലർ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നിങ്ങൾ പ്രോപ്പർ ഫോമിലല്ല നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, സ്റ്റാൻഡേർഡ് ഫോമിലല്ല എന്നുണ്ടെങ്കിൽ. ഇനി സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഈ റിജക്ഷൻ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഇനി നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും പ്രോപ്പർ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോയും ഇറർ ആണെങ്കിൽ നിങ്ങൾക്ക് മെയിലിൽ കൂടിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഫോൺ നമ്പറിൽ കൂടിയും നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. അത് മുഖേന നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫോർത്ത് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഒരു സൈറ്റിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് RRBയുടെ സൈറ്റ് ആണ്. ഈ സൈറ്റ് ഓപ്പൺ ചെയ്യണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേജ് ലോഗിൻ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫിഫ്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് കുട്ടികളെ, ഈ ഒരു ലിങ്ക് ഓപ്പൺ ആകുന്നത്, അതായത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ലഭിക്കുന്നത് തന്നെ എന്നായിരിക്കും, നാളെ മുതലാണ്. എന്നാണ് നാളെ മുതലാണ് നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നത്. 15/6/2024 മുതൽ 17/6/2024 വരെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും ഇറർ ആണോ എന്ന്. ഇനി അതെങ്ങനെയാണെന്ന് അറിയുന്നത് എന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു മെസ്സേജ്. ഇത് നമ്മുടെ അക്കാഡമിയിലെ ഒരു സ്റ്റുഡന്റിന് വന്ന ഒരു മെസ്സേജ് ആണ്. ഇവിടെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിയർ ആപ്ലിക്കന്റ്, യുവർ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇൻ RPF ആപ്ലിക്കേഷൻ ഓഫ് CEN RPF 1/2024 is not as per standard specification. അതായത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല ആ ഒരു കാൻഡിഡേറ്റ് ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പ്ലീസ് അപ്ലോഡ് എ ഫ്രഷ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ബിറ്റ്വീൻ 15/6/2024 അതുപോലെ തന്നെ 17/6/2024 ഇടയിൽ. ഈ ദിവസങ്ങൾക്കിടയിൽ എഡിറ്റ് ചെയ്യാനാണ് ആ ഒരു കാൻഡിഡേറ്റിനോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഫെയിലിയർ ടു ഡു സോ വിൽ റിസൾട്ട് ഇൻ ഓട്ടോമാറ്റിക് റിജക്ഷൻ ഓഫ് യുവർ ആപ്ലിക്കേഷൻ. അസസ് ദ അപ്ലോഡ് പോർട്ടൽ വേ ദ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വെബ്സൈറ്റ് യൂസിംഗ് യുവർ യൂസർ ക്രെഡൻഷ്യൽ. അതായത് RRBയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈറ്റിന്റെ കാര്യവും പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും എഡിറ്റ് ചെയ്യും. ഇനി ഈ വർഷം ഫോം ഫില്ല് ചെയ്ത എല്ലാ കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മെയിൽ ID നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പറിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈവൻ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതും അതുപോലെ തന്നെ സിഗ്നേച്ചറും ഇറർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പുതിയൊരു ഫ്രഷ് ഫോട്ടോയും പിന്നെ സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്.
കാണാം. ഈ ഒരു പോയിന്റിൽ നോക്കൂ, നിങ്ങൾ ഇവിടെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ മിസ്റ്റേക്ക് ഒന്നും കാണിക്കരുത്. മനസ്സിലായി? ഇറ്റ് മേ ബി നോട്ടഡ് ഇൻ ആപ്ലിക്കന്റ് ഫെയിൽ ടു അപ്ലോഡ് പ്രോപ്പർ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ബൈ. ഈ ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആരാണ് നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ സിഗ്നേച്ചറും റോങ് ആണ്, അതായത് റോങ് ആയിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു കറക്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്ട് ആവുന്നതായിരിക്കും. ക്ലിയർ ആയാലോ? നിങ്ങളുടെ ഫോം റിജക്ട് ആവുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാവരുടെയും മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ 3 രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എഡിറ്റിംഗ് അവിടെ ചെയ്യുക കുട്ടികളെ. വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ നെക്സ്റ്റ് വീക്കിൽ കാണാം.